ഹലോ. അപ്പോൾ വീക്കെൻഡായപ്പോൾ ഫ്രൈഡേ ഈവനിങ് നമ്മൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നുമില്ല, കാരണം ഇപ്പോഴത്തെ ചൂടും ഒക്കെ കാരണം കുട്ടികളൊക്കെ ആയിട്ട് പുറത്തിറങ്ങുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും മാളിലൂടെ പോവാം, അത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഔട്ട്ഡോർ കാര്യങ്ങളും ഔട്ട്ഡോർ ട്രിപ്പും ഒക്കെ പ്ലാൻ ചെയ്യുന്നത് കൂടുതലും ഇനിയിപ്പോൾ സെപ്റ്റംബറോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ദുബായ് ഹിൽസ് മാളിലാണ്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് സെൻറ്റർ പോയിൻറ്റിലേക്ക് കയറുകയാണ്. ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ചെറിയ പർച്ചേസ് ഉണ്ട്. അപ്പം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ സെൻറ്റർ പോയിൻറ്റിൽ ബേബി ഷോപ്പിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു വ്യൂ, ആ ഒരു ഡെക്കറേഷനും ആ ഒരു ലുക്കും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നിന്നാണ്. അപ്പോൾ സെൻറ്റർ പോയിൻറ്റിൽ പോയി അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹിൽസ് മാളിൽ തന്നെ വേറൊരു പ്ലാന്റ്സൊക്കെ ഒരുപാട് ഹ്യൂജായിട്ട് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നു പോയപ്പോൾ അതൊന്ന് നോക്കി. ഒരുപാട് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ്, പ്രൈസ് ആണെങ്കിൽ ഭയങ്കര അഫോർഡബിൾ പ്രൈസ്. അപ്പോൾ ഞാൻ ആ പ്രൈസൊക്കെ കണ്ടപ്പോഴത്തേനും ഭയങ്കര ഒരു അത്ഭുതം തോന്നി. കാരണം എന്ന് വെച്ചാൽ ദുബായിലൊക്കെ ഇത്രയും അഫോർഡബിളായിട്ട് ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ സ്നേക്ക് പ്ലാന്റ്സ് ആണെങ്കിലും നമ്മുടെ മണി പ്ലാന്റ് ആണെങ്കിലും നമ്മുടെ എല്ലാ ടൈപ്പ്, നമ്മുടെ നാട്ടിൽ അറിയാലോ നോർമൽ നഴ്സറിയിൽ കാണുന്ന എല്ലാം, ഇതൊക്കെ എന്തോ ഒരു 10 ദിർഹംസിന് താഴെ എങ്ങാണ്ടേ ഉള്ളൂ. ഇതൊക്കെ വളരെ ചെറിയ റേറ്റാണ്. പിന്നെ അതിന് ശേഷം വെറുതെ ചുമ്മാ അങ്ങ് മാളിലൂടെ നടന്നപ്പോഴത്തേനും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന കുഞ്ഞു കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ ഷോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബ്യൂട്ടിഫുൾ കീ ചെയിൻ കളക്ഷൻസ്, നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് കീ ചെയിനും കാര്യങ്ങളൊക്കെ കണ്ടു. വെറുതെ അതൊന്ന് നോക്കുമായിരുന്നു. വളരെ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ മാളിലൂടെ ചുമ്മാ ഇങ്ങനെ പോകുന്നത് തന്നെ കുട്ടികൾക്ക് ഒരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് നടക്കാനും പിന്നെ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കിയാണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടാൽ എടുക്കും. അതാണ് ഒരു മിനി പർച്ചേസും അതും. പിന്നെ അതിനുശേഷം വീണ്ടും കണ്ടത് ഒരു ഹോം ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഞാൻ കണ്ടു. ഇതൊക്കെ കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വാട്ടർ ഫൗണ്ടൈൻ്റെ ഒരു ഇത്. പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഹോം ഡെക്കറേഷൻ ഐറ്റംസാണ് ഈ സെക്ഷനിൽ ഫുള്ള്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി നിന്നു കുറച്ച് നേരം. അതൊക്കെ ഒന്ന് നോക്കി നിന്നു. അതിൻ്റെ ഭംഗിയൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. അപ്പോൾ വളരെ ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതല്ല, വെറുതെ ഒന്ന് നോക്കാം. എനിക്ക് ഇങ്ങനെ ഒന്നാമത് ഈ പ്ലാന്റ്സും അതുപോലെ തന്നെ ഇഷ്ടമാണ്. അത് ഇതുപോലത്തെ ആണെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ അതിന് ശേഷം എന്തായാലും നമ്മൾ സാറയ്ക്ക് വേണ്ടിയിട്ട് കിഡ്സിൻ്റെ ആ ഒരു ഏരിയയിലേക്കൊന്ന് പോയി. അപ്പോൾ സാറ കുറച്ച് നേരം അവളുടേതായ ലോകത്ത് കുറച്ച് നേരം എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ സാറ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പം കിഡ്സിൻ്റെ പ്ലേ സ്റ്റേഷൻ, അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം സാറയ്ക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ സാറയും സൈറയും ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇവരെയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വെറുതെ നമ്മളിപ്പം പുറത്ത് ഭയങ്കര ചൂടാണ്, കാരണം ഈ ഒരു ക്ലൈമറ്റിന് ചേഞ്ച് വരണമെങ്കിൽ ഇനിയൊരു സെപ്റ്റംബർ പകുതിയെങ്കിലും ആവണം. അപ്പം എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഔട്ട്ഡോർ വിശേഷങ്ങളും ഔട്ട്ഡോർ കാര്യങ്ങളും ഒക്കെ ചെയ്യാനും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനും എത്തിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ മാളുകളിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികൾക്കും ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ താങ്ക് യു.